ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 121 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആറാമത്തെ വരമാണ് പ്രവചന വരം. അതിനെപ്പറ്റി തുടർന്ന് ക്ലാസ് നമുക്ക് ശ്രദ്ധിക്കാം. പാപിയുടെ മാനസാന്തരം എങ്ങനെ നടക്കുന്നു എന്ന് നാം ദൈവവചനത്തിലൂടെ ചിന്തിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം പഠിച്ചാൽ ഇത് വ്യക്തമാകും. പെന്തക്കോസ് നാളിൽ പത്രോസ് പ്രസംഗിച്ച ഭാഗം ഒന്ന് നോക്കുക. 16 സങ്കീർത്തനത്തിൻ്റെയും 110 സങ്കീർത്തനത്തിൻ്റെയും യോവേൽ പ്രവചനം 2 അധ്യായത്തിലെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. നാം ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, പ്രവചനം എന്ന് പറയുന്നത് ഭാവിയിൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പ്രവചനം. അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് തെറ്റില്ല, അത് വചനത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ദൈവത്തിന്റെ വചനം സംസാരിച്ച് മനുഷ്യന്റെ ഹൃദയത്തിൽ ആ വചനം കടന്നു ചെല്ലുന്നതും പ്രവചനമാകുന്നു, പ്രവചന വാക്കുകളാകുന്നു, തിരുവെഴുത്താകുന്നു എന്ന് നമ്മൾ ശരിയാവണ്ണം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ എവിടെ പ്രസംഗിച്ചാലും അവരുടെ യുക്തിയോ അവരുടെ കഴിവുകളല്ല, ദൈവത്തിന്റെ വചനം അവർ തെളിയിച്ചു കൊടുത്തിരുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നോട് ഉദ്ധരിച്ച ഭാഗം ശ്രദ്ധിക്കണം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷി പറയുന്നു എന്ന് പ്രസ്താവിക്കുന്നു. അവിടെ നമ്മള് അപ്പോസ്തലർ 10:43 ഭാഗ്യമാണ്. സകല പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു എന്ന് പ്രസ്താവിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ അവർ ആശ്ചര്യപ്പെട്ടു എന്നാ പറയുന്നത്. അവിടെ പ്രസംഗിച്ച ആ വിഷയം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി എന്നാണ് വചനം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ നിന്നും പ്രവചനങ്ങളിൽ നിന്നും ഉദ്ധരിച്ചത് കാണാം. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നാണ് പറയുന്നത്. വളരെ ചിന്തനീയമായ കാര്യമാണ്. നാം വാങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കരുത്, കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം. ഇന്ന് കർത്താവായ യേശു താൻ പറഞ്ഞത് എഫേസോസിലെ മൂപ്പന്മാരെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:35. കാരണം ഇവര് പ്രസംഗിക്കുന്നത് മുഴുവൻ ദൈവവചനത്തിന്റെ സർക്കിളിനകത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാപിക്ക് മാനസാന്തരം വരുന്നത്. തത്വജ്ഞാനം കൊണ്ടോ അഭിപ്രായം കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ നമ്മൾ എന്തെല്ലാം പ്രസംഗിച്ചാലും ഒരിക്കലും പാപിക്കും മാനസാന്തരമില്ല. പക്ഷേ ജനങ്ങൾക്കത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പാപിക്കും മാനസാന്തരമില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു.
അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് സ്ഥാപിക്കുകയായിരുന്നു. പഴയ നിയമത്തിന്റെ വചനങ്ങൾ പുതിയ നിയമത്തിൽ സ്ഥാപിക്കുകയായിരുന്നു. ചിലർ പറയുന്നത് ഞാൻ പഴയ നിയമത്തിലെ പ്രസംഗിക്കത്തില്ല, ബൈബിൾ ഒന്നേ ഉള്ളൂ, 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒറ്റ പുസ്തകം, പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമമില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു വീടിന് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ആ വീട് എപ്പം വേണേലും പൊളിഞ്ഞു പോകാം, പണി തീരുന്നതിന് മുമ്പേയും പോകാൻ സാധിക്കും. പഴയ നിയമം എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു അടിസ്ഥാനമാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം എന്റെ കേൾവിക്കാരെ ശ്രദ്ധിക്കുക. നമ്മുടെ പെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ, നമ്മൾ പറയുന്നൊരു വാക്കാണ്, നമ്മുടെ അപ്പച്ചന്മാരെ ബഹുമാനം കൊടുക്കണം. അവരെ ഒരു 10-75 വർഷത്തിന് മുമ്പേ, അല്ല 100നും ഒരു 75 വർഷത്തിനിടയ്ക്ക് അവർ പ്രസംഗിച്ചത് തനി വേദപുസ്തകത്തിലെ സത്യങ്ങൾ മാത്രമായിരുന്നു. വേദപുസ്തകത്തിലെ സത്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ നല്ലൊരു പെന്തക്കോസ് അടിസ്ഥാനമിട്ടു. അത് ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർ ദൈവവചനത്തിന്റെ മാർമീയമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ജനഹൃദയങ്ങളെ കൊടുക്കുന്ന ഏത് സ്ഥലത്തും ആ കാലയളവിൽ കൂട്ടം കൂട്ടമായി ജനങ്ങൾ കടന്നു വന്നിരുന്നത്. കാരണം ദൈവവചനത്തിന് അത്ര ശക്തിയുണ്ട്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ് ഈ വചനം. ഈ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു വാളാണ്. ഇത് ചെല്ലുന്നിടത്തൊക്കെ രൂപാന്തരം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുകൊണ്ട് നമ്മുടെ പെന്തക്കോസിലെ അപ്പച്ചന്മാരിട്ട അടിസ്ഥാനം അവർ ദൈവം കൊടുത്ത അടിസ്ഥാനമായിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു, വർദ്ധിക്കുന്നു. ഇന്ന് സഭയുടെ വളർച്ചയ്ക്ക് പരിമിതികളായി, വല്ലാത്തൊരു സാഹചര്യമായി. കാരണം ഇന്ന് ശരിയാവണ്ണം വചനം സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതെ അവര് തിയോളജിയാണെന്നും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കഴിവുകളെ തെളിയിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ പലരുടെയും, ഞാൻ എല്ലാവരും പറയുന്നില്ല, പലരുടെയും അവരുടെ കഴിവുകൾ, അവരുടെ പാണ്ഡിത്യങ്ങൾ തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ. എന്നാൽ ദൈവവചനം അതിന്റെ യാഥാർത്ഥ്യമായി ദൈവത്തെ ഉയർത്തുക. തങ്ങളുടെ കഴിവുകളൊന്നുമില്ല, ദൈവത്തെ ഉയർത്തുന്നിടത്ത് ആളുകൾ കൂട്ടം കൂട്ടമായി വരും. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് വരാറായി. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതം വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും പ്രാർത്ഥനയിലെ അംഗങ്ങളാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.